യൂട്യൂബിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഇന്നത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. എൻ്റെ പേര് റോസ്മേരി. ഹലോ ബ്രദേഴ്സ്, ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന റോസ്മേരിയാണ്. റോസ്മേരി എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. റോസ്മേരിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട്. ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. നമ്മൾക്കറിയാം ഒരുപാട് ഫീമെയിൽ ഫിറ്റ്നസ് ചാനൽ യൂട്യൂബിലുണ്ട്. പക്ഷേ മിക്കവാറും അത് വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ പിക്ചേഴ്സും വെച്ച് ചെയ്യുന്നതാണ്. പക്ഷേ റിയലായിട്ട് ലൈവോട് കൂടി ആദ്യമായിട്ടാണ് ഞാൻ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, റോസ്മേരിക്ക് ഫോളോവേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായിട്ടും റോസ്മേരിക്ക് വേണം. ഇതുമാത്രമല്ല, റോസ്മേരി ഫിറ്റ്നസ് എക്സ്പേർട്ടാണ്. റോസ്മേരിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PCODനെ പറ്റിയാണ്. അതെ, ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ PCOD എന്നുള്ളത്. എന്താണ് PCOD, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, PCOD വന്നവർക്ക് അത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി വരാതിരിക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ എന്താണ് PCOD എന്നുള്ളത്? പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. അതായത് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന ഒരവസ്ഥ. ഇച്ചിരി കൂടെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഈ സ്ത്രീ ശരീരത്തിലെ മെയിൽ ഹോർമോൺസും ഉണ്ട്, ഫീമെയിൽ ഹോർമോൺസും ഉണ്ട്. ഈ മെയിൽ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ വേണ്ടതിനേക്കാൾ കൂടുതൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ PCOD എന്ന് പറയുന്നത്. ഇനി PCODയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ ഇറഗുലർ ആയിട്ടുള്ള മിനിസ്ട്രൽ സൈക്കിള്, ഒന്നെങ്കിൽ പീരീഡ്സ് വരാതിരിക്കുക, അല്ലെങ്കിൽ വന്നാൽ ഹെവി ആയിട്ട് വരിക, ഒന്നും ഒരു കൺസിസ്റ്റൻ്റ് അല്ലാതെ പോകുന്ന ഒരവസ്ഥ. അതാണ് ഫസ്റ്റ് ലക്ഷണമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പൊതുവെ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയില്ലാതെ ആയി പിന്നെ ഡോക്ടറെ ചെന്ന് കാണുമ്പോഴേക്കാണ് പലർക്കും മനസ്സിലാവുന്നത് ഓക്കെ PCOD ആണ്, അതുകൊണ്ടാണ് കുട്ടിയില്ലാത്തതെന്നൊക്കെ. കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് രണ്ടാമത്തായിട്ട് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെയിൽ ഹോർമോൺസ് കൂടുതലായതുകൊണ്ട് വരുന്ന ഒരു അസുഖമാണ് ഈ PCOD എന്നുള്ളത്. ഈ മെയിൽ ഹോർമോൺസ് കൂടുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ അമിതമായ രോമവളർച്ച, പ്രത്യേകിച്ച് മുഖത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും PCODയുടെ ഒരു ലക്ഷണമാണ്. പിന്നെ നന്നായിട്ട് മുടി കൊഴിയുക, അല്ലെങ്കിൽ മുടി നല്ല തിന്നായി പോവുക, അതും PCODയുടെ ലക്ഷണങ്ങളിൽ കണക്കാക്കിയിരിക്കുന്നു. പിന്നെ വെയിറ്റ് ഗെയിൻ. പൊതുവെ ഈ PCOD ഉള്ളവർക്ക് നല്ല വണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ആ വണ്ണം കുറയ്ക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ഒരാൾ വണ്ണം കുറയ്ക്കാൻ എന്തൊക്കെ എക്സസൈസ് ചെയ്യുന്നോ അതിൻ്റെ 2 ഇരട്ടി അവർ ചെയ്യേണ്ടി വരും ആ വണ്ണം കുറയ്ക്കാൻ. ഇവർ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ കൂടുതലും അബ്ഡോമൻ ഏരിയയിലായിരിക്കും അവർക്ക് വെയിറ്റ് കൂടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് വെയിറ്റ് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ PCODയുടെ ലക്ഷണമാകാം. പിന്നെ വേറൊരു ലക്ഷണമായിട്ട് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ PCOD വരുന്നത് എന്നുള്ളത്? 2 തരത്തിൽ വരാം. ഹെറിഡിറ്ററി ആയിട്ട് വരാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും വരാം. ഈ ഹെറിഡിറ്ററി വരാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ കിട്ടുന്നത് വളരെ കുറവാണ്. കൂടുതൽ പേർക്കും വരുന്നത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ്. അതായത് യാതൊരുവിധ വ്യായാമങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ ദേഹാധ്വാനങ്ങളോ നമ്മുടെ തലമുറയ്ക്കില്ല. വീട്ടിലെ പണിയാണെങ്കിലും അടുക്കളയിലെ പണിയാണെങ്കിലും എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ ഓരോ തരത്തിലുള്ള മെഷീൻസ് വന്നു കഴിഞ്ഞു. പിന്നെ ഭക്ഷണം കഴിപ്പാണെങ്കിലും പണ്ടൊക്കെ ഫാമിലീസ് വീക്ക്ലി വൺസൊക്കെയാണ്, അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒന്നും പോകുന്നവരങ്ങനെ എല്ലാ ഫാമിലീസും ഒന്നും ഇല്ല. ഒരു എബോവ് ആവറേജൊക്കെ ക്ലാസ്സിലുള്ളവരൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് എല്ലാ ഫാമിലീസും വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത് വളരെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ചീത്തയായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും യാതൊരുവിധ വ്യായാമങ്ങളും ഇല്ലാത്തത് കൊണ്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം നമ്മുടെ ഇന്നത്തെ ജനറേഷന് കൂടുതലായിട്ട് PCOD വരുന്നത്. ഇനി നമുക്ക് ഈ PCOD വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്താവുന്ന കുറച്ച് ചേഞ്ചസ്, അല്ലെങ്കിൽ ഇപ്പോൾ PCOD ഓൾറെഡി വന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി, അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ തന്നെ പ്രോസസ്ഡ് ഫുഡ് കഴിക്കാതിരിക്കുക. ഈ ചിപ്സ്, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ആവശ്യമില്ലാത്ത ഓയിലുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് വേണ്ട യാതൊരുവിധ ന്യൂട്രിയൻസും കിട്ടുന്നില്ല. പോരാത്തതിന് ഇൻസുലിൻ ലെവൽ കൂടുകയും ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് നല്ല ധാന്യങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സീഡ്സ്, നട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസും കിട്ടും, നമ്മുടെ ഇൻസുലിൻ ലെവൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളൊരു ടീ അല്ലെങ്കിൽ കോഫി ലവർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ ഒരു ഡ്രഗ് ലൈക്ക് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടീയും കോഫിയൊക്കെ കുടിക്കുമ്പോൾ തന്നെ അതിന് അഡിക്റ്റായി പോകുന്നത്. ഒരു നോർമൽ പേഴ്സൺ ടീയോ കോഫിയോ കുടിച്ചെന്ന് കരുതി കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അത് ഒരു PCOD ഉള്ള ആളാണെങ്കിൽ അതിന് വേഴ്സായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. ഈ
ടീയിലെയും കോഫിയിലെയും ഒക്കെ ആ സ്റ്റിമുലൻസ് നമ്മുടെ ഇൻസുലിൻ ലെവൽ കൂട്ടും. അതുകൊണ്ട് നിങ്ങൾ PCOD പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടീക്കും കോഫിക്കും ഒക്കെ പകരമായിട്ട് ഗ്രീൻ ടീയോ മാച്ച ടീയോ അല്ലെങ്കിൽ ചുമ്മാ പച്ചവെള്ളമോ നമ്മുടെ നോർമൽ വാട്ടറോ കുടിച്ചാലും മതിയാവും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. ഈ PCOD എന്ന് പറയുന്നത് അത്ര വലിയ അസുഖമൊന്നുമല്ല, നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് ഒത്തിരി ടെൻഷൻ എടുക്കാതെ അത് മാറും. അത് ആ ഒരു വിശ്വാസത്തോടുകൂടി ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ PCOD ഉള്ള ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവർക്ക് കുറേ എക്സസൈസ് ചെയ്താലും എന്താ പറയുക വെയിറ്റ് കുറയ്ക്കാനൊക്കെ വലിയ പാടാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ന് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 1 അവറോ ഒക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഇൻസുലിൻ ലെവൽ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ ആ വെയിറ്റ് ഗെയിൻ ആവുന്നതും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ PCOD ഉള്ളവർക്ക് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഹിറ്റ് വർക്കൗട്ടാണ്. അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് അങ്ങനത്തെ വർക്കൗട്ടാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൂടുതലും ലോ കാർബ് ഡയറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. പൊതുവെ PCOD ഉള്ളവർക്ക് ലോ കാർബ് ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഒക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതും ഒക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, PCOD എന്ന് പറയുന്നത് ഒരു മാറാ രോഗമൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലെ കൊച്ചു മാറ്റങ്ങൾ കൊണ്ട് ഈ അസുഖം വരാതെ നിർത്താം. അല്ലെങ്കിൽ വന്നവർക്കാണെങ്കിൽ അത് കുറയ്ക്കാനും പറ്റും. അപ്പോൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കുക, എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക, എന്താ പറയുക മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കാം. താങ്ക്